അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് രണ്ട് പ്രധാനപ്പെട്ട ഡിഫൻസ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞാൽ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ IS ഓഫീസേഴ്സിനെ ബംഗ്ലാദേശ് അവിടുത്തെ ധാക്കയിലെ ഹൈ കമ്മീഷൻ ഓഫീസേഴ്സായി നിയമിക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ ബംഗ്ലാദേശിലെ ISI വളരെ ശക്തമായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഒരു ഉന്നത നേതാവ് യൂനസിനെയും പിന്നെ അവിടുത്തെ മിലിറ്ററി ജനറലായ വാക്രസ്മാനെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ നിരീക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലഷ്കർ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് അവരുടെ വളരാൻ അനുവദിക്കരുതെന്ന് ഇന്ത്യ വളരെ ശക്തമായ താക്കീത് വാക്രസ്മാന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ അവർക്ക് അരിയൊന്നും നൽകണില്ല. ഇന്ത്യ അവരുമായിട്ടുള്ള ട്രേഡ് നിർത്തിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് UAE ഇരട്ടി വില കൊടുത്തിട്ടാണ് ഇന്ത്യൻ അരി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിഫൻസ് അപ്ഡേറ്റ്സ് പറഞ്ഞാൽ പാകിസ്ഥാന് LOCയിലെ ഒരു റോഡ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇതിനെ എതിർത്തു. വീണ്ടും പ്രൊവോക്കേഷൻ ചെയ്തപ്പോൾ ഇന്ത്യ ഒരു വാർണിംഗ് ഷോട്ട് എന്ന രീതിയിൽ ഒരു ഷോട്ട് ഉതിർത്തിട്ടുണ്ട്.